അപ്പം സക്സസിന് അതിന്റെ ഒരു കണക്ടിവിറ്റി ഒരു വലിയ ഇഷ്യൂ ആണ്. റെയിൽ ആണെങ്കിലും റോഡ് കണക്ടിവിറ്റി ആണെങ്കിലും അതിൽ വിഴിഞ്ഞം പോർട്ട് എത്രമാത്രം ഒരു ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്? നമുക്ക് റോഡ് കണക്ടിവിറ്റി ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു ലെവലിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. റെയിൽ കണക്ടിവിറ്റി ഇപ്പോൾ നമ്മൾ DPR തയ്യാറാക്കിയ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കൊങ്കൺ റെയിൽവേ ഒരു DPR നമുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. പക്ഷേ അതെ 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 റെയിലിന് ഇനിയും ഒരു 4 വർഷമെങ്കിലും നമുക്ക് സമയം വേണ്ടി വരും. അപ്പോൾ നിലവിൽ നമ്മൾ പോർട്ട് പൂർണ്ണമായും കമ്മീഷൻ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് റെയിൽ കണക്ടിവിറ്റിയും ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ രണ്ടും സമാന്തരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. റോഡിന് നിലവിൽ തന്നെ നമ്മൾ NH66 തുറമുഖവും NH66 ബന്ധിപ്പിക്കുന്ന ഒരു സർവീസ് റോഡ് ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിലും നമുക്ക് ആവശ്യമെങ്കിൽ റോഡ് കണക്ടിവിറ്റി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് NHAയുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള NH66 തന്നെ നമുക്ക് ട്രക്ക് മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന തരത്തിൽ 2 ചെറിയ ട്രാഫിക് മാറ്റങ്ങൾ ചെയ്താൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. അത് NHAയും അപ്രൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഈ പറഞ്ഞ അടുത്ത 4 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഗേറ്റ് വേ കാർഗോ എന്ന് പറയുന്നത് നല്ല രീതിയിൽ വർദ്ധിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കണ്ടെയ്നർ ട്രക്കുകൾ പോകുന്നത് മൂലം സാധാരണ ജനങ്ങൾക്കോ നമ്മുടെ പൊതുജന ഗതാഗതത്തിനോ ഒരു തടസ്സം വരാതിരിക്കുവാനായിട്ട് നമ്മളൊരു പുതിയ സ്ട്രക്ചർ, ഒരു ക്ലോവർ ലീഫ് സ്ട്രക്ചർ നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതും ഇപ്പോൾ NHA അപ്രൂവ് ചെയ്ത് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ട് ഇനി ഒരു വലിയൊരു സ്ഥലം ഏറ്റെടുക്കൽ അതിന് ആവശ്യം വരില്ല. നിലവിലുള്ള സ്ഥലം കൊണ്ട് തന്നെ ഒരല്പം കൂടി അതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ നമുക്കതിനും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് അടുത്ത വർഷം ആരംഭിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണക്കാക്കിയിരിക്കുന്നത്. അതെ അതെ 2 വർഷത്തിനുള്ളിൽ അതും കംപ്ലീറ്റ് ആക്കും. അപ്പോൾ 2028 ഈ പറഞ്ഞ 3 എന്തായാലും റെഡി ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഉണ്ടാവണം എന്നില്ല, അങ്ങനെ ഉണ്ടാവണം എന്ന് തോന്നുന്നില്ല എനിക്ക്. കാരണം ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചതുപോലെ മാരിടൈം ട്രേഡ് എന്നുള്ളത് ശരിക്കും ഇനിയും ഒരുപാട് ദൂരം നമ്മൾ കടക്കേണ്ടുന്ന ഒരു മേഖലയാണ്. അവിടെ നമ്മൾ ഈ അപ്പം എന്താ പറയുക വീതം വെക്കുന്നത് പോലെ അതെ അതെ ഇനിയും ഒരുപാട് കൂടുന്നതേ ഉള്ളൂ. കാരണം കണ്ടെയ്നറൈസേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നതിന് ശേഷം, അത് വന്നിട്ടിപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ടില്ല ശരിക്കും. ഇപ്പോൾ കണ്ടെയ്നറൈസേഷൻ വന്നതിന് ശേഷം ഒരുപാട് സാധ്യതകൾ അതിൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ചും മദർഷിപ്പുകൾ അനായാസമായിട്ട് വന്ന് നങ്കൂരം ഇടുക എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ തുറമുഖത്തിനും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം മറ്റൊരാളുടെ നമ്മളിങ്ങനെ പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ചയല്ല ഞങ്ങൾ ശരിക്കും കാണുന്നത്. അതല്ലാതെ തന്നെ നമുക്ക് ആവശ്യത്തോളം ബിസിനസ് വരും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ട്രയൽ ഓപ്പറേഷൻസ് ആരംഭിക്കുമ്പോഴും തന്നെ നിരവധി അന്താരാഷ്ട്ര ഷിപ്പിംഗ് ലൈൻസ് നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനായിട്ട് ആകാംക്ഷയുണ്ട്, ഇങ്ങോട്ട് വരാനായിട്ടുള്ള ആകാംക്ഷയുണ്ട്. ഇപ്പോൾ ട്രയൽ ഓപ്പറേഷൻസ് സമയത്ത് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈവിധ്യമാർന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഒരേ കാര്യം ആവർത്തിച്ച് ബിസിനസ് കൂട്ടുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലല്ല ഇപ്പോൾ ഈ 2-3 മാസം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള കപ്പലുകൾ, പല അളവിലുള്ള, പല വലിപ്പത്തിലുള്ള കണ്ടെയ്നറുകൾ ഒരേ സമയത്ത് നമുക്ക് എത്ര ക്രെയിനുകൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് സാധിക്കും, അതിൻ്റെ കാലിബ്രേഷൻ കൂട്ടണോ കുറയ്ക്കണോ, അല്ലെങ്കിൽ ട്രക്കുകൾ പോർട്ടിനകത്ത് തന്നെയുള്ള ട്രക്കുകളുടെ മൂവ്മെൻറ്റ്, അതിനിപ്പോൾ ഡ്രൈവർമാരെ നമ്മൾ പ്രത്യേകമായിട്ടൊരു പരിശീലനം നൽകുന്നുണ്ട്. അതവർക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, ഇതെല്ലാം നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന നമ്മുടെ സോഫ്റ്റ്വെയർ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ, 5 ക്രെയിനുകൾ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുവാനുള്ള ഇപ്പോൾ ഇലക്ട്രിക് പവർ സപ്ലൈ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോ കൊച്ചു കാര്യവും ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്.